എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന സർക്കാർ കൊട്ടിക്കൊഴിച്ചതിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ അന്നത്തെ വാർത്ത താക്കോൽദാനം എന്നായിരുന്നു, വീടുകളെല്ലാം കൈമാറുന്നു എന്നായിരുന്നു അല്ലേ. അത് അവസാനം ഇപ്പോൾ മന്ത്രി പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പട്ടയ വിതരണം മാത്രമായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞ കല്ലുവെച്ച നുണയായിരുന്നുള്ളത് വ്യക്തമല്ലേ. എന്തിനാണ് അന്നൊരു ഉദ്ഘാടനം നടത്തിയത്? അത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. രാജൻ ഇപ്പോൾ പറഞ്ഞു 10 ദിവസത്തിനകം വീട് കൈമാറും എന്ന്. ഓക്കെ, അത് നമുക്ക് ആദ്യം വിഷു എന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പെന്ന് പറഞ്ഞു, അതിന് മുമ്പ് ശരി 10 ദിവസത്തിനകം വീട് കൈമാറുമെങ്കിൽ നല്ല കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീട് കൈമാറുന്നു, താക്കോൽ കൊടുക്കും, ഇതെല്ലാം പറയുക. ഇപ്പോൾ താക്കോൽ കൊടുത്തിട്ടില്ല, ആധാരം മാത്രമേ കൊടുത്തുള്ളൂ, വീട് ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നടത്തിയ ഉദ്ഘാടന മഹാമഹം തട്ടിപ്പായിരുന്നു എന്ന് തെളിഞ്ഞു. അത് മന്ത്രി ആദ്യം സമ്മതിക്കണം. ഇനി രാജൻ്റെ ഡിഫൻസിലേക്കായി മന്ത്രി പറഞ്ഞത് 100% ശരിയാണ്. അങ്ങനെ ഒരു ക്രാക്ക് അവിടെ ഇല്ല. അതൊരു സീപ്പേജാണ്, വെള്ളം കിനിഞ്ഞിറങ്ങിയതാണ് സത്യം. ഇനി വെള്ളം കിനിഞ്ഞിറങ്ങിയത് എങ്ങനെയാണ്? അത് പല മാധ്യമങ്ങളും പറഞ്ഞതുപോലെ മഴ പെയ്തപ്പോഴല്ല, അത് അങ്ങനെ വെള്ളം കെട്ടി നിർത്തി നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ലീക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വീടുകളിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സൈഡിലൊക്കെ വെള്ളം കിനിഞ്ഞിറങ്ങി വരും. 178 വീടുകളുടെ കാര്യമാണ്, അതിൽ 2-3 വീടുകളുടെ കാര്യമല്ലേ. അത് പരിഹരിക്കുകയും ചെയ്യാവുന്നതേ ഉള്ളൂ. മന്ത്രി ചെയ്തത് ഈ കിനിഞ്ഞിറങ്ങിയ സ്ഥലത്ത് ഉദ്യോഗസ്ഥർ വന്നൊരു പെൻസിൽ വര ഇട്ടു. ആ പെൻസിൽ വരച്ചത് എന്താ പറയുക, ലീക്കേജാണ് അല്ലെങ്കിൽ ക്രാക്ക് ആണെന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും വാർത്ത ചെയ്തപ്പോൾ മന്ത്രി അതിൻ്റെ മുകളിൽ കയറി ഇത് ക്രാക്ക് അല്ല, ഇത് പെൻസിൽ വരയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തു. മന്ത്രി അത്രയേ ചെയ്തുള്ളൂ. അത് പല മാധ്യമങ്ങളും ഉത്തരവാദിത്വമില്ലാതെ ജോലി ചെയ്തപ്പോഴാണ്. പല മാധ്യമങ്ങളും വിള്ളൽ മറയ്ക്കാൻ വേണ്ടി മന്ത്രി സാൻഡ് പേപ്പർ കൊണ്ടുവന്നത് ഉരച്ചു കളഞ്ഞു എന്ന രീതിയിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ വാർത്തകളും ചെയ്തു. അപ്പോൾ മന്ത്രി രാജൻ ഒരു അനുകമ്പ അർഹിക്കുന്നുണ്ട്. ഇത് വല്ലാതെ എന്താ പറയുക, ഊതിപ്പെരുപ്പിച്ച മാധ്യമങ്ങൾക്കകത്തൊരു വലിയൊരു പങ്കുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പ്, പണി തീരുന്നതിന് മുമ്പ് ഈ വീട് പൂർത്തിയായി താക്കോൽ കൈമാറുന്ന നുണ സർക്കാർ പറഞ്ഞതിൻ്റെ ഫലം കൂടിയാണ് ഇത്. അത് പാവൻ രാജൻ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്.